20 മണ്ഡലങ്ങളിലായി വോട്ടെടുപ്പ് തുടങ്ങിയിട്ട് 2 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഒരു മാറ്റത്തിനായി തന്നെ മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നേതാക്കളടക്കം രാവിലെ 7 മണി മുതൽ അവർ തങ്ങളുടെ സമ്മതിദായ അവകാശം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, കൃഷ്ണകുമാർ കുടുംബമടക്കമാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ കുടുംബമടക്കമാണ് വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ബൂത്തുകളിൽ നേതാക്കന്മാരെല്ലാം കുടുംബസമേതം തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ വീണ്ടും ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് ശരിക്കും ഒരു മാറ്റത്തിനായുള്ള ഒരു സൂചന തന്നെ എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും ആതിര, അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പ്രചാരണത്തിലും ഏറെ മുന്നിട്ട് പോകാനും ഒപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനുമെല്ലാം NDAക്ക് കഴിഞ്ഞിരുന്നു. മാറി മാറി ഭരിച്ച UDF LDF രണ്ട് മുന്നണികളെയും മാറ്റിക്കൊണ്ട് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ NDAക്ക് അനുകൂലമായി വിധി എഴുതുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് NDA ക്യാമ്പിന് സംസ്ഥാനത്ത് ഉള്ളത്. പ്രത്യേകിച്ചും പത്തനംതിട്ട മണ്ഡലമൊക്കെ NDA വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ്. ഈ ഒരു പോളിംഗ് ശതമാനത്തിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു അനുകൂല കാലാവസ്ഥ അത് തീർച്ചയായും NDAക്കും അനുകൂലമായി മാറും എന്നുള്ള ഒരു വിലയിരുത്തൽ പത്തനംതിട്ടയിലെ NDA ക്യാമ്പിനുമുണ്ട്. NDA നേതൃത്വം അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ച ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഒപ്പം മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കുമെതിരെ ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. തോമസ് ഐസക്കിനെതിരെയായാലും ഒപ്പം തന്നെ ആന്റണിക്കെതിരെ ആയാലും ഒരു ഭരണവിരുദ്ധ ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. നിലവിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ജനവിരുദ്ധ വികാരം, ഒപ്പം കേരളത്തെ കടക്കണിയിലാക്കിയതിൻ്റെ ബാധ്യത പേറുന്നയാളാണ് തോമസ് ഐസക് എന്നുള്ള ഒരു വികാരം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് NDA ക്യാമ്പിന് സാധിച്ചിട്ടുണ്ട്. അത് NDAക്ക് ഒരു ആത്മവിശ്വാസമായി മാറുന്നു. ഒപ്പം ആന്റണിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ MP പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിലെല്ലാം ആന്റണിയെ മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യങ്ങളും 2 മുന്നണികളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഇടപെടലുകൾ നടത്താത്തടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് NDA ക്യാമ്പിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം NDAക്ക് വിജയപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഒപ്പം പല കാര്യങ്ങളിലും നൈപുണ്യം നേടിയ ഒരു യുവ നേതാവാണ്, യുവ പൊതുപ്രവർത്തകനാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. അനിൽ ആന്റണി പ്രധാനമന്ത്രിക്കടക്കം വളരെ അധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്നയാൾ. പല കാര്യങ്ങളിലും പല ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നൈപുണ്യം നേടിയ ഈ യുവ നേതാവിന് പത്തനംതിട്ട മണ്ഡലത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങളിലടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം മണ്ഡലത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യവും NDA നേതൃത്വം വിലയിരുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന്, അവതരിപ്പിക്കുന്നതിന്, വിശ്വാസം നേടിയെടുക്കുന്നതിന് NDA ക്യാമ്പിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് NDA ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത്. വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ NDAയുടെ ഒരു മുന്നേറ്റം മണ്ഡലത്തിൽ സാധ്യമാക്കും എന്ന് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും NDA നേതൃത്വം വിലയിരുത്തുന്നത്. BJP നേതൃത്വവും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നതും പത്തനംതിട്ട മണ്ഡലം തീർച്ചയായും NDAക്ക് അനുകൂലമായി വിധി എഴുതും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ വികസന രേഖ സംബന്ധിച്ച് അനിൽ ആന്റണി മുന്നോട്ട് വെച്ച ഒരു വികസന രേഖയുണ്ട്. അതിൽ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിക്കുന്ന സർവ്വ കാര്യങ്ങളും, ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും വിലയിരുത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു വികസന രേഖ തന്നെയാണ് അനിൽ ആന്റണി NDA മുന്നോട്ട് വെച്ച ആ വികസന രേഖ. ശബരിമല അടക്കം, വന്യമൃഗ ഭീഷണി അടക്കം, റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളടക്കം, പ്രതിസന്ധികളടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ വികസന രേഖയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശബരിമലയെ ദക്ഷിണ ഭാരതത്തിൻ്റെ അയോധ്യ ആക്കി മാറ്റുമെന്നാണ് അനിൽ ആന്റണിയുടെ ആ വികസന പ്രകടന പത്രികയിൽ പറയുന്നത്. കഴിഞ്ഞ നാളുകളിലൊന്നും ഇതുവരെ 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരണം നടത്തിയിട്ടും ഒപ്പം തന്നെ ആന്റണി കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിൽ MP ആയി ഇരുന്നിട്ടും പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വികസന പ്രകടന പത്രികയിൽ അനിൽ ആന്റണി പറയുന്നത് ശബരിമലയെ കുറഞ്ഞ സമയം കൊണ്ട് ദക്ഷിണ ഭാരതത്തിൻ്റെ അയോധ്യ ആക്കി മാറ്റും, വിമാനത്താവളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാകും, ശബരിമലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ആ വികസനം സാധ്യമാകും, റോഡുകളടക്കം നവീകരിക്കും, പത്തനംതിട്ടയെ മറ്റൊരു ആധ്യാത്മിക കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരണങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ആ വികസന മുന്നേറ്റ രേഖയിൽ അനിൽ ആന്റണി പറയുന്നത്. ഒപ്പം ശബരിമലയ്ക്ക് പുറമെ ആറന്മുള ക്ഷേത്രം, മാരാമൺ കൺവെൻഷൻ, മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ പുണ്യ കേന്ദ്രങ്ങളുടെയും ഒരു സങ്കേതമായി മാറുന്ന ഒരു മണ്ഡലമാണ്, ജില്ലയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും
മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ട് മുന്നണികളും UDF ആയാലും LDF ആയും മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും ഇത്തരത്തിലുള്ള സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം വികസന മുന്നേറ്റങ്ങൾ സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു വികസന മുന്നേറ്റ പ്രകടന പത്രികയാണ് അനിൽ കെ ആന്റണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റബ്ബർ വ്യവസായത്തെ, റബ്ബർ കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റബ്ബർ കർഷകരുള്ള ഒരു മണ്ഡലമാണ്, ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ അവർക്ക് അനുകൂലമായി റബ്ബർ ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിൽ സാധ്യമാക്കും എന്നാണ് അനിൽ കെ ആന്റണിയുടെ ആ വികസന പ്രകടന പത്രികയിൽ പറയുന്നത്. റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ പ്രലോഭനം ചുമത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ തനിക്ക് സാധിക്കുമെന്ന് അനിൽ കെ ആന്റണി ആ വികസന പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അങ്ങനെ സാധാരണ റബ്ബർ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ നിർദ്ദേശിക്കുന്നു. റബ്ബർ ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിൽ യാഥാർത്ഥ്യമാക്കും എന്ന് അദ്ദേഹം പറയുന്നു. വന്യമൃഗ ഭീഷണി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി പത്തനംതിട്ട ജില്ലയിൽ ഉയർന്നു വരുന്ന ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് തുലാപ്പള്ളി സ്വദേശിയായ ബിജു എന്ന് പറയുന്ന ഒരു യുവാവിനെ, ഒരു ഗ്രഹനാഥനെ കാട്ടാന വീട്ടിലെത്തി ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വന്യമൃഗ ഭീഷണിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പത്തനംതിട്ട നിവാസികൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. അവർ തന്നെ, ജനങ്ങൾ തന്നെ പരിഹാര നിർദ്ദേശങ്ങൾ അധികൃതർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു കൃത്യമായ രീതികൾ, ഒരു സമീപന രീതികൾ സ്വീകരിക്കാൻ ഈ UDF-നോ LDF-നോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കാട്ടാന ചവിട്ടിക്കൊന്ന ബിജു എന്ന ഗ്രഹനാഥൻ. അപ്പോൾ ഈ വന്യമൃഗ ഭീഷണിക്ക് കൃത്യമായ പരിഹാരം അനിൽ ആന്റണിയുടെ വികസന പ്രകടന പത്രികയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പീലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ വന്യമൃഗ ഭീഷണികൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് നടപ്പാക്കിയ അതേ മാതൃകകൾ കേരളത്തിലും കൊണ്ടുവരും. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ, വനമേഖലകളോട് ചേർന്ന ജനവാസ മേഖലകളിലെല്ലാം വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ വെള്ളവും മറ്റു ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങളടക്കം ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് അനിൽ കെ ആന്റണി വികസന പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ്, ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. കാഞ്ഞിരപ്പള്ളി ആയാലും, ജില്ലയ്ക്ക് പുറത്തുള്ള കാഞ്ഞിരപ്പള്ളി ആയാലും, പൂഞ്ഞാർ അടക്കമുള്ള സ്ഥലങ്ങളായാലും, മറ്റ് പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിലായാലും നേഴ്സിംഗ് ജോലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുവാക്കൾ പുറത്തേക്ക് പോയി ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും. ഏത് ഭാഗത്തേക്ക് പോയാലും, വിദേശത്ത് എവിടെയായാലും സുരക്ഷിതരായിട്ട് തങ്ങളെ ചേർത്ത് പിടിക്കുന്ന മോദി സർക്കാരിൻ്റെ ആ ഒരു രീതി, സമീപന രീതി പത്തനംതിട്ടയിലെ പ്രവാസികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്നാണ് വികസന പ്രകടന പത്രികയിൽ അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് യുവാക്കൾക്ക് നൈപുണ്യം നേടുന്നതിന് വേണ്ടി വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, വാർദ്ധക്യം അവസ്ഥയിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ, ഇങ്ങനെ മണ്ഡലത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളെയും ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, കൃത്യമായ ഇടപെടലുകൾ തൻ്റെ ഭാഗത്തു നിന്ന്, NDA സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അനിൽ കെ ആന്റണി ഈ വികസന പ്രകടന പത്രികയിൽ പറഞ്ഞു വെക്കുന്നത്. NDA ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇനി അധികാരത്തിൽ NDA ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ തൻ്റെ NDAയുടെ പ്രതിനിധിയായി പത്തനംതിട്ട മണ്ഡലത്തിൽ താനുണ്ടായാൽ കൃത്യമായ ഇടപെടലുകൾ NDA സർക്കാരിൽ, ഗവൺമെൻറ്റിൽ നടത്തിക്കൊണ്ട് മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം, മുന്നേറ്റങ്ങളെല്ലാം സമയബന്ധിതമായി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തനിക്ക് മണ്ഡലത്തിൽ സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വികസന പത്രികയിൽ, വികസന രേഖയിൽ അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ ഒരു കാര്യം ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ NDA ക്യാമ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അനിൽ കെ ആന്റണി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട്, ജനം ടിവിയോട് അടക്കം പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ, പത്തനംതിട്ട മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 80കളിലും 90കളിലും മാത്രം കഴിയുന്ന പത്തനംതിട്ടയിലെ വികസനം കൂടുതൽ വേഗത്തിൽ, കൂടുതൽ പുരോഗമനത്തിൽ, കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമുണ്ടായ ആ വികസന മുന്നേറ്റങ്ങൾ കൃത്യമായി വളരെ വേഗത്തിൽ മണ്ഡലത്തിലെയും സാധ്യമാക്കാൻ NDAയുടെ പ്രതിനിധിക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് പത്തനംതിട്ടയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അനിൽ കെ ആന്റണി കഴിഞ്ഞ ദിവസം ജനം ടിവിയുമായി സംസാരിച്ചപ്പോഴും പ്രതികരിച്ചപ്പോഴും മറ്റ് മാധ്യമങ്ങളുമൊക്കെയായി പ്രതികരിക്കുമ്പോഴുമെല്ലാം അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ശതമാനവും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ഒഴുക്കുമെല്ലാം NDAക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് NDA ക്യാമ്പും BJP ക്യാമ്പും വിലയിരുത്തുകയും
ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്, മണ്ഡലത്തിലുള്ളത്. 16 പ്രശ്ന സാധ്യതാ ബൂത്തുകളുമുണ്ട്. അങ്ങനെ 16, 17, 30-ലധികം പ്രശ്നബാധിത സാധ്യതാ ബൂത്തുകൾ ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. 11 ഡിവൈഎസ്പിമാർ, 30 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 230 സബ് ഇൻസ്പെക്ടർമാർ, 1253 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നത്. തമിഴ്നാട് പോലീസിൽ നിന്നുള്ള 80 ഉദ്യോഗസ്ഥരും സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സിലെ 24 ഉദ്യോഗസ്ഥരും എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, സ്പെഷ്യൽ പോലീസ് ഫോഴ്സ്, ഹോംഗാർഡ് ഉദ്യോഗസ്ഥരെയും ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. വനമേഖലയിലെ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനും ബൂത്തുകൾക്ക് സ്ട്രോങ് റൂമുകൾക്കും കാവൽ നിൽക്കുന്നതിനും CRPF-നെയും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകി എത്തിക്കൊണ്ട് പോളിംഗ് രേഖപ്പെടുത്തുന്ന ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ദിവസത്തിൽ പങ്കാളികളാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്തനംതിട്ട കോന്നി ഐരാവൺ പോളിംഗ് ബൂത്തിലെ 205 നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വോട്ടിംഗ് തടസ്സപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ നിമിഷം വരെയുള്ള സമയത്ത് പോളിംഗ് അവിടെ മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ചിട്ടുണ്ട്. അവിടെയും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. 13ഓളം പോളിംഗ് സ്റ്റേഷനുകളിലായിരുന്നു ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാർ നിലവിൽ പത്തനംതിട്ടയിൽ അനുഭവപ്പെട്ടിരുന്നത്. അതിൽ മിക്കയിടത്തും 8:30യോടുകൂടി തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു പ്രശ്നം അങ്ങനെ തുടരുകയും ചെയ്തിരുന്നത്. വോട്ടിംഗ് ആളുകൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കാതെ നിലനിന്നിരുന്നത് അത് ഐരാവൺ 205 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീനിലെ തകരാറായിരുന്നു. ആ തകരാറും ഇപ്പോൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. നിലവിൽ മണ്ഡലത്തിൽ എങ്ങും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. 14,29,700 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. അതിൽ 89,722 പേർ ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ 2 മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ളത്. അവിടെയും കൃത്യമായി ശരിയായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയുള്ള പോളിംഗ് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രീതി തന്നെ ഇനിയും തുടരാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. 11 മണിവരെ ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു പോളിംഗ് കാലാവസ്ഥ തുടർന്നു പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ നമ്മുടെ വിലയിരുത്തലുകൾ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അനുമാനങ്ങൾ അനുസരിച്ച് ഈ ചൂട് കൂടുന്ന കാലാവസ്ഥയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെങ്കിലും 3 മണിക്ക് ശേഷം വീണ്ടും പോളിംഗ് വലിയ രീതിയിൽ തന്നെ ചൂട് കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണവും രാവിലെ 6:15 ശേഷമുള്ള സമയത്ത് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ കൂടുതൽ മുതിർന്ന ആളുകളുടെ അടക്കം, പ്രത്യേകിച്ച് 70-80 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളുടെ ഒരു വലിയ സാന്നിധ്യം കാണാനുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് അടൂർ ഗവൺമെൻറ് UP LP സ്കൂളിലാണ്. 84, 85, 86 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. രാവിലെ 6 മണി മുതലുള്ള സമയത്ത് മുതിർന്ന ആളുകൾ, 70 വയസ്സിന് മുകളിലൊക്കെയുള്ള പ്രായമുള്ള ആളുകൾ വലിയ രീതിയിൽ ഇവിടെ വന്ന് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ 7 മണി വരെ കാത്തിരുന്ന് പോളിംഗ് ആരംഭിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തി തിരികെ മടങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ആ ചൂടൊക്കെ കൂടുന്ന കാലാവസ്ഥ വരുന്നതിന് മുൻപ് തന്നെ പോളിംഗ് രേഖപ്പെടുത്താനുള്ള ഒരു തന്ത്രപ്പാടായിരിക്കാം അത് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെ വലിയ രീതിയിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ കാത്തിരുന്ന് പോളിംഗ് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച, ജനാധിപത്യത്തിൻ്റെ ആ മഹോത്സവം ഏറ്റവും സുവർണ ദിവസമായി തന്നെ കൊണ്ടാടുകയാണ് പത്തനംതിട്ടയിലെ ആളുകൾ. വലിയ രീതിയിലുള്ള ഒഴുക്ക് പത്തനംതിട്ടയിലെ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലും ഈ ഒരു രീതി തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങളിലും 6% മുകളിൽ തന്നെ പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മവിശ്വാസമായി നിലനിൽക്കുന്നു. പക്ഷേ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ നിലനിൽക്കുന്ന, നോക്കിക്കാണുന്ന NDA സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭപ്രതീക്ഷയായി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തുകയും NDA ക്യാമ്പ് വിലയിരുത്തുകയും ചെയ്യുന്നത്. BJP ക്യാമ്പിനും ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമാണ് NDA ക്യാമ്പ് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.